ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ പരാമർശിച്ച ഇടനിലക്കാരൻ ശ്രീകൃഷ്ണൻ SIT ഓഫീസിന് ചോദ്യം ചെയ്യലിന് ഹാജരായി. വിരുദനഗർ രാജപാളയം സ്വദേശിയാണ് ശ്രീകൃഷ്ണൻ. അതോടൊപ്പം തന്നെ ഡി-മണിയെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമൽ ചേർന്നു. പ്രശാന്ത്, നമുക്കറിയാം ഓരോരുത്തരെയായി ചോദ്യം ചെയ്യുകയാണ് SIT. ഏറ്റവും കൂടുതൽ ഡി-മണിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദവിവരങ്ങൾ? ഇന്ത്യക്കുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. അതോടൊപ്പം തന്നെ ബാലമുരുകൻ ഉണ്ടായിരുന്നു, ഡി-മണിയുടെ സുഹൃത്ത്. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ്, ഒരു 1:30 മണിയോടുകൂടിയാണ് ശ്രീകൃഷ്ണനും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നത്. നിർണായകമായ ചില ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ശബരിമലയിൽ നിന്നും ഈ സ്വർണ്ണപ്പാളികൾ കടത്തിയതുമായോടനുബന്ധിച്ച് തന്നെ വിഗ്രഹങ്ങളടക്കം, പഞ്ചലോക വിഗ്രഹങ്ങളടക്കം കടത്തിയതൊരു പ്രവാസി വ്യവസായി മൊഴി നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കേസ് ഡി-മണിയിലേക്ക് എത്തുന്നത്. ഇതിന്റെ അന്വേഷണം ഡി-മണിയിലേക്ക് എത്തുന്നത്. നിലവിൽ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഡി-മണിയെയും അതോടൊപ്പം തന്നെ ബാലമുരുകനെയും അതോടൊപ്പം ശ്രീകൃഷ്ണനെയും മൂന്നുപേരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളിലേക്കായിരിക്കും ഈ ചോദ്യം ചെയ്യൽ കടക്കുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇന്ന് ഇതുവരെ ഈ ചോദ്യം ചെയ്യൽ തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത വരുത്തേണ്ടി വരും. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് അറിയേണ്ടി വരും. നേരത്തെ ഡിണ്ടിഗലിലെത്തി ചോദ്യം ചെയ്തിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. എന്നാൽ കൂടുതൽ വിവരങ്ങളിൽ പ്രതികരിക്കുവാനോ അല്ലെങ്കിൽ ഈ ഡി-മണി നൽകിയ മൊഴിയിൽ തൃപ്തനോ ആയിരുന്നില്ല ഈ പ്രത്യേക അന്വേഷണ സംഘം. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. എന്തായാലും നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡി-മണിയുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടി ലഭിച്ചാൽ മാത്രമേ ഉള്ളൂ ഇത് കേസിൽ അന്താരാഷ്ട്ര ബന്ധം ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ ചെന്നെത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആണ് ഈ നിർണായകമായ ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയാൻ കാരണം തന്നെ. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇതിൽ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചോദ്യം ചെയ്യൽ രാവിലെ മുതൽ ആരംഭിച്ചിരുന്നു, ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമൽ.